ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബാൾഡൻ ബിയഡ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന പടങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏപ്രിൽ 11 വർഷങ്ങൾക്ക് ശേഷം, കുറെ നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്യാൻ പോവാണ്. അതിന്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഇന്റർവ്യൂ ഭയങ്കര ഹിറ്റാണ്. സൂപ്പർ ഹിറ്റ് ഇന്റർവ്യൂസ് ആണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു റിയാക്ഷൻ എന്തായാലും ചെയ്യുന്നുണ്ട്. ആൻഡ് അതിൽ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും ബേസിൽ ജോസഫ് ഒക്കെ ഉള്ള പിന്നെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഭയങ്കര ഇന്റർവ്യൂ ഓടി നടന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. സോ എല്ലാം എന്താ പറയാ, ഒരു പ്രഷർ റിലീഫ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ധ്യാന്റെയോ അല്ലെങ്കിൽ വിനീതിന്റെ ഒക്കെ അല്ലെങ്കിൽ ബേസിൽ ജോസഫ് ഇവരൊക്കെ ഉള്ള ഒരു ഇന്റർവ്യൂ കണ്ടാൽ മതി. ഞാൻ ഒന്ന് കണ്ടു, എനിക്ക് റിയാക്ട് ചെയ്യണമെന്നുണ്ട്. സോ അതൊരു എന്താണ് പെയിൻ കില്ലർ പോലെയാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഏതായാലും ഇന്ന് ചെയ്യാൻ പോകുന്നത്, ആൻഡ് നമ്മുടെ നിവിൻ പോളിന്റെ ഒരു പാട്ട്, ആ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഒരു പാട്ട്, നമ്മൾ വേറൊരു പാട്ട് റിലാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന് കൂടെ തന്നെ ഈ പാട്ടും കൂടി 2 മിനിറ്റുള്ള ഒരു ലിറിക്കൽ സോങ് ആണ്. നമ്മൾ നിവിൻ പോളിന്റെ ഒരു എൻട്രിയും കാര്യങ്ങളും ഫോക്കസ് ഒക്കെ ആയിട്ടാണ് ഈ പാട്ട്. സോ നമുക്ക് ആ പാട്ട് ജസ്റ്റ് പോയിട്ട് കാണാം. എന്നിട്ട് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, പ്യാരാ മേരാ വീര, അങ്ങനെയാണ് ഈ പാട്ടിന്റെ പേര്. സോങ് ക്രെഡിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സോങ് നെയിം പ്യാരാ മേരാ വീര, 3 വർഷങ്ങൾക്ക് ശേഷം. കമ്പോസ്ഡ് പ്രൊഡ്യൂസ്ഡ് ബൈ അമൃത് രാംനാഥ്, ലിറിക്സ് ബൈ വിനീത് ശ്രീനിവാസൻ ആൻഡ് വോക്കൽസ് ബൈ സിദ്ധാർത്ഥ് ബസ്രൂർ. ഓക്കെ, നമുക്ക് ഏതായാലും ഈ പാട്ട് ഈ 2 മിനിറ്റ് 55 സെക്കൻഡേ ഉള്ളൂ. ലെറ്റ്സ് സ്റ്റാർട്ട് ഹിയർ. മേരിലാൻഡ്, വിനീത് ശ്രീനിവാസൻ ആൻഡ് ഫ്രണ്ട്സ്. സ്പാനിഷ് ആണ് മ്യൂസിക്. അമൃത് ലിറിക്സ് വിനീത് ശ്രീനിവാസൻ എഴുതി, സങ് ബൈ സിദ്ധാർത്ഥ് ബസ്രൂർ. Oh. Ah, Rebel. Scene. Again. I'm have to rule again. Oh boy, go again. ഇതിന് വേണ്ടിയിട്ടുള്ള പാട്ടാണ്. കംബാക്ക് മുപ്പര പാട്ടല്ല, എന്നാലും ഈ ഒരു സംഭവം എടുക്കും. കളിച്ച് I'm here to rule again, oh God, again, and me, oh me, again, I'm here to rule again, oh God, again. ഇത് കറക്റ്റ് എഴുതി വെച്ചത് പോലെയാണ് വിനീത് നിവിന് വേണ്ടിട്ട്. ആ ഈ പാട്ട് എന്തായാലും വിനീത് ശ്രീനിവാസൻ എഴുതിയ പാട്ടാണ്, പാടിയതല്ല എഴുതിയത്. സോ എഴുതുമ്പോ എന്തായാലും നിവിനെ മനസ്സിൽ കണ്ട്, അതായത് ഒറിജിനൽ നിവിനെ മനസ്സിൽ കണ്ട് എഴുതിയ പാട്ടായിരിക്കും. ബിക്കോസ് ഇത് കഥാപാത്രത്തിന്റെ ഒരു പാട്ടാണ്. മൂപ്പര് നമുക്കൊരു ആ ഒരു ട്രെയിലറിലെ കണ്ട ഒരു കഥാപാത്രം ഉണ്ട്, അപ്പൊ അതിലൊരു ഒരു പാട്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് വിനീത് ശ്രീനിവാസൻ ശരിക്കും നിവിൻ എന്ന നടന് വേണ്ടിയിട്ട് എഴുതിയ പാട്ടാണ്. ബിക്കോസ് അതിൽ എഴുതുന്നുണ്ട്, യു ബ്ലെയിം മീ, യു ബൂ മീ, ഡസന്റ് മാറ്റർ, ഐ വിൽ കം ബാക്ക് എന്നത്, ഐ റൂൾ അഗെയിൻ എന്ന് പറയുന്നത്. അത് കംബാക്കിന്റെ ഒരു സൂചന, തിരിച്ചു വരണം നിവിൻ എന്ന നടൻ, അങ്ങനെയൊക്കെയാണ് ഉദ്ദേശം. എന്തായാലും നല്ല പാട്ടാണ്, നല്ല ലിറിക്സ്, നല്ലൊരു എന്താണ്, ഒരു ഡെഡിക്കേറ്റഡ് നിവിന് വേണ്ടിയിട്ട് ഒരു ട്രിബ്യൂട്ട് പോലത്തെ ഒക്കെ തോന്നുന്ന ഒരു തരത്തിലുള്ള ഒരു പാട്ട്. എനിവേ, വർഷങ്ങൾക്ക് ശേഷം ഏപ്രിൽ 11 എന്തായാലും കാണും. സോ റിവ്യൂ ആയിട്ട് ഞാനും ഉണ്ടാവും. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് മീ ആൻഡ് താങ്ക് യു.